മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ മലയാളം ഫസ്റ്റ് അവസാനത്തെ യൂണിറ്റ്, 5ാമത്തെ യൂണിറ്റിലുള്ള ഏറ്റവും അവസാനത്തെ പാഠഭാഗമാണ് മൈക്കലാഞ്ചലോ മാപ്പ് എന്ന് പറയുന്ന കവിതാഭാഗം. ആരാണ് എഴുതിയിരിക്കുന്നത്? ONV കുറുപ്പാണ് അല്ലെ. അപ്പൊ ONV കുറുപ്പിന്റെ അക്ഷരമുറ്റം എന്ന് പറയുന്ന കൃതിയിൽ നിന്നുമാണ് മൈക്കലാഞ്ചലോ മാപ്പ് എന്ന് പറയുന്ന കവിത എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കവിത എന്താണ് എന്താണ് ഇതിന്റെ ഒരു കഥ, എങ്ങനെയാണ് ഈ കവിത തുടങ്ങുന്നത്, അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ ഈ വീഡിയോയിൽ മക്കളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ കുറെ പേര് പേഴ്സണലി വല്ലാതെ മെസ്സേജ് അയച്ചും കമന്റ് ചെയ്തൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പാഠഭാഗം കൂടിയാണ് മൈക്കലാഞ്ചലോ മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ടീച്ചർ ഈ വീഡിയോ മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ മൈക്കലാഞ്ചലോ മാപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വപ്രസിദ്ധനായിട്ടുള്ള ഇറ്റാലിയൻ ചിത്രകാരനും ശില്പിയും ഒക്കെ ആയിട്ടുള്ള മൈക്കലാഞ്ചലോയുടെ ഒരു ശില്പമുണ്ട് അദ്ദേഹം. ആ ശില്പത്തിന്റെ പേരാണ് ലാ പിയാത്തെ എന്ന് പറയുന്നത് അപ്പൊ ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു ശില്പമാണ്. അപ്പൊ ഈ ഒരു ശില്പം എന്ത് ചെയ്യാണ്, 1972 ഈ ശില്പത്തിനെതിരെ ഒരു ഉന്മാദിയായിട്ടുള്ള മയക്കുമരുന്നിന് അടിമപ്പെട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്യാണ്, ഈ ശില്പം ചുറ്റിക വെച്ചിട്ട് ഈ ശില്പം എന്ത് ചെയ്യാനടാ അപകടപ്പെടുത്താൻ അല്ലെങ്കിൽ ഇത് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഇതൊരു വലിയ പത്രവാർത്തയായിട്ട് അന്ന് വരുന്നു. അപ്പൊ ആ വാർത്ത വായിച്ചിട്ടുള്ള ONV കുറുപ്പിന്റെ മനസ്സിൽ തോന്നിയ സങ്കടമായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു സങ്കടം അദ്ദേഹം എന്ത് ചെയ്യാണ്, കവിതയായിട്ട് മൈക്കലാഞ്ചലോവിനോട് മാപ്പ് പറയുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കവിത രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലാ പിയാത്തെ എന്താണെന്ന് നമുക്ക് അറിയണം അപ്പൊ ലാ പിയാത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈക്കലാഞ്ചലോവിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശില്പമാണ് കേട്ടോ. പിയത്ത എന്ന് പറയുന്ന ശില്പമാണ്. അപ്പൊ ഈ ശില്പത്തിനെതിരെയാണ് 1972 ഈ ഉന്മാദിയായിട്ടുള്ള ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നത്, ആക്രമണം നടത്തുന്നത്. അപ്പൊ ആ ഒരു വാർത്തയാണ് ഈ ഒരു കവിതയ്ക്ക് ജന്മം കൊള്ളാൻ അല്ലെങ്കിൽ ഈ കവിത പിറവിയെടുക്കാനുള്ള കാരണമായിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് പിയാത്ത എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പിയാത്ത എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പിയാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒറ്റക്കൽ മാർബിൾ ശില്പമാണ്. ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള ഒരു മാർബിൾ ശില്പമാണ് കേട്ടോ. ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു ശില്പമാണ് ഇത് ലാ പിയാത്ത എന്ന് പറയുന്നത്. അത്രയും പ്രസിദ്ധം. ഒരുപാട് ആളുകൾ വക്കിത്താനിൽ തന്നെ ഈ ഒരു ശില്പത്തിന് ശേഷമാണ് ആ ഒരു ലോകത്തിലെ തന്നെ വലിയ ശില്പകാരന്മാരിൽ ഒരാളായിട്ട് മൈക്കലാഞ്ചലോ അറിയപ്പെടുന്നത്. അത്രയും 23ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു ശില്പം അദ്ദേഹം നിർമ്മിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ശില്പമാണ്. അപ്പൊ ഈ പിയാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രൂശാരോഹിതനായിട്ടുള്ള, അതായത് കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ടുള്ള യേശുവിന്റെ ശരീരം കന്യാമറിയം ഏറ്റുവാങ്ങുകയാണ്. അപ്പൊ അങ്ങനെ ഏറ്റുവാങ്ങുന്ന കന്യാമറിയത്തിന്റെ കലാരൂപത്തെയാണ് നമ്മൾ പിയാത്ത എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൂടാതെ ആ സംഘത്തിൽ ഉണ്ടായിരുന്ന വിശുദ്ധരായിട്ടുള്ള സ്ത്രീകളെ സൂചിപ്പിക്കാനും പിയാത്ത എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇറ്റാലിയൻ ഭാഷയിൽ പിയാത്ത എന്നുള്ള വാക്കിന്റെ അർത്ഥം അനുതാപം എന്നോ അല്ലെങ്കിൽ കരുണ എന്നൊക്കെയാണ് ഈ പിയാത്ത എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ടീച്ചർക്ക് പറയാനുള്ളത്. അപ്പോ ഇങ്ങനെ ആ ഒരു ചേതനയറ്റ യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങുന്ന കന്യാമറിയത്തിന്റെ ചിത്രം അതാണ് ഇറ്റാലിയൻ ഭാഷയിൽ പിയാത്ത എന്നുള്ള വാക്കിന്റെ അർത്ഥം. കരുണ, അനുതാപം എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് കവിത ഉണ്ടായത്, എങ്ങനെയാണ് പിറന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഈ പാഠവുമായി ബന്ധപ്പെടുന്ന നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒരു വെൺലില്ലിപ്പൂവിൻ ശോണരേഖകൾ പോലെ തിരുശോണിതം വാർന്ന പാടുകളുടലാകെ ആശയം വിശദമാക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പല പരീക്ഷകളിലും നമ്മൾ ആ വരികൾ നമ്മൾ കാണാറുണ്ട് അപ്പൊ ടീച്ചർ എന്ത് ചെയ്യാം, എന്താണ് ആ വരിയിൽ പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുക. അപ്പൊ യേശുവിന്റെ ചേതനയറ്റ ശരീരം ഒടുവിൽ കുരിശിൽ നിന്നിറക്കിയ ജഡം ഒടുവിൽ എന്ത് ചെയ്യാണ്, കുരിശിൽ നിന്ന് നമ്മളുടെ യേശുവിന്റെ ജഡം താഴേക്ക് ഇറക്കാണ് താഴെ ഒരു ദുഃഖത്തിന് സൂര്യശിലയായി തീർന്ന ഒരമ്മ അപ്പൊ താഴെ ആ ശരീരം ഏറ്റുവാങ്ങുമ്പോൾ അമ്മ എന്തായി തീർന്നിരിക്കുന്നു, ഒരു സൂര്യശില പോലെ അങ്ങനെ ഒരു കല്ല് പോലെ എല്ലാ വികാരങ്ങളും നഷ്ടപ്പെട്ട അമ്മ ഒരു സ്വന്തം കുഞ്ഞിനെയാണെന്ന് ആലോചിക്കുക അപ്പൊ ആ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു ആ ഒരു വലിയ സങ്കല്പത്തെയാണ് നമ്മൾ അവിടെ കാണേണ്ടത് അപ്പൊ ഒരു സൂര്യശില പോലെ അമ്മ ഇങ്ങനെ മാറിയിരിക്കുകയാണ് അങ്ങനെ അമ്മ എന്ത് ചെയ്യുന്നു, തൻ മടിത്തട്ടിൽ താങ്ങിക്കിടത്തി വാത്സല്യാർദ്രം ആ കുഞ്ഞിന്റെ ശരീരം എന്ത് ചെയ്യാണ്, വാത്സല്യത്തോടുകൂടെ തന്റെ മടിത്തട്ടിലേക്ക് കിടത്തുകയാണ് തൻ മകനുടെ
ആറിത്തണുത്ത തിരുഗാത്രം. തിരു എന്നത് പറയപ്പോഴും അല്ലെ ബഹുമാന സൂചകമായിട്ടാണ് നമ്മൾ തിരുമേനി എന്നൊക്കെയുള്ള പദങ്ങളൊക്കെ മക്കൾ കാണാറില്ലേ. തിരുഗാത്രം അതായത് ഗാത്രം ശരീരമാണ്. അപ്പൊ ആ ശരീരം എന്ത് ചെയ്യാണ്, ഇങ്ങനെ തണുത്തുറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. ആ ശരീരം എന്തായിട്ടാണ് തോന്നുന്നത്, ഒരു വെൺലില്ലിപ്പൂവിൽ ശോണരേഖകൾ പോലെ അല്ലെ. എങ്ങനെയാണ്, ഒരു വെളുത്ത ലില്ലിപ്പൂവിൽ എന്താണ്, ശോണരേഖകൾ. അപ്പൊ അത്രയും പീഡിപ്പിക്കപ്പെട്ട് യേശുവിന്റെ ശരീരത്തിൽ മുഴുവൻ ആ പീഡനത്തിന്റെ മുറിവുകളാണ് അല്ലെ. അപ്പൊ ആ മുറിവുകളിൽ നിന്ന് ഇങ്ങനെ രക്തം വാർന്നൊലിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വെളുത്ത ലില്ലിപ്പൂ അല്ലെ, വെളുത്ത ശരീരത്തിൽ ഇങ്ങനെ രക്തത്തിന്റെ പാടുകളുണ്ട് അല്ലെ, മുറിവുകളുണ്ട്. അപ്പൊ അതിനെ എന്തായിട്ടാണ് കവി സങ്കല്പിക്കുന്നത്, ഒരു വെളുത്ത ലില്ലിപ്പൂവില് അതിന്റെ ചുവന്ന വരകൾ വീണിരിക്കുന്നത് പോലെ എന്ത് ചെയ്യാണ്, തിരുശോണിതം വാർന്ന പാടുകളുടലാകെ അല്ലെ. ആ ശരീരത്തിൽ നിറയെ പാടുകളാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഒരു ചോദ്യം എന്താണ് മക്കളെ, അമ്മയെ കവി എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്നാണ് അല്ലെ. കുരിശിൽ നിന്നിറക്കിയ മകന്റെ ചേതനയറ്റ ശരീരം ഏറ്റുവാങ്ങുന്ന അമ്മ ഘനീഭവിച്ചിട്ടുള്ള അല്ലെ അവസ്ഥയിൽ ഒരു ശില പോലെയാണ് എന്ത് ചെയ്യുന്നത്, സൂര്യശില പോലെയാണ് അമ്മ ഇരിക്കുന്നത് എന്നുള്ളതാണ്. പാതി കുമ്പിയ കണ്ണുകൾ അല്ലെ, യേശുവിന്റെ കണ്ണുകൾ അപേക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പറയുന്നത്. ആ അവസ്ഥയിലും അല്ലെ, ആ വേദന തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലും യേശു എന്താ ചെയ്യണേ, മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം ശത്രുവിനോട് പോലും ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്നോട് ഈ ചെയ്തിരിക്കുന്ന ക്രൂരതകളൊന്നും നാളെ അവർക്ക് പാപമായി വരല്ലേ എന്ന് കൂടെ ആവാം എന്ത് ചെയ്യുന്നത്, യേശു പ്രാർത്ഥിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ പാഴ്ചിപ്പി എന്ന വിശേഷണം നൽകുന്നുണ്ട് അല്ലെ കവിതയില്. അപ്പൊ ആ വിശേഷണത്തിന്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ മകന്റെ ചേതനയറ്റ ശരീരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അല്ലെ. അപ്പൊ നല്ല പ്രായത്തിൽ എന്ത് ചെയ്യാണ്, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അമ്മയുടെ എന്താണ് അവസ്ഥയാണ് ഇവിടെ പാഴ്ചിപ്പിയായിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ വിലപിടിപ്പുള്ള മുത്തിന് ജന്മം കൊടുക്കുന്ന ചിപ്പിയിൽ നിന്നും എന്ത് ചെയ്യുന്നു, മുത്ത് നഷ്ടപ്പെടുമ്പോൾ ചിപ്പി എന്താവുകയാണ്, പാഴാവുകയാണ് എന്ന് പറയാണ് അല്ലെ. ഇവിടെ അമ്മയാകുന്ന ചിപ്പിയിൽ നിന്നും വേർപിരിഞ്ഞ മുത്താണ് ആര്, മകനായിട്ടുള്ള യേശുദേവൻ. അപ്പൊ ഇവന്റെ മകന്റെ ചേതനയറ്റ ശരീരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അമ്മ എന്താണ്, ആ അമ്മയുടെ ജന്മം പാഴ് ജന്മമാണ് എന്നാണ് അവിടെ ആ വരി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അവസാനത്തെ ചോദ്യമാണ്, തച്ചുടയ്ക്കുവാൻ മാത്രം ചുറ്റുകയെടുത്തൊരു പയ്യൻ അല്ലെ. ഈ വിശേഷണം നൽകുന്ന സൂചനകൾ എന്തെല്ലാം, ആ പുതിയ തലമുറയ്ക്ക് അല്ലെ, പുതിയ തലമുറയോടുള്ള അല്ലെങ്കിൽ ആ ഒരു കർമ്മം ചെയ്തിട്ടുള്ള ആ ഒരു യുവാവിനോടുള്ള കവിയുടെ ഒരു എന്താ പറയാ, ഒരു ദേഷ്യവും അല്ലെ, ആ ഒരു സങ്കടവും ഒക്കെ ആ വരിയിൽ നമുക്ക് കാണാം അല്ലെ. അപ്പൊ പുതിയ തലമുറയ്ക്ക് എല്ലാം ഇല്ലാതാക്കാൻ അല്ലെ, ഒന്നും കൂട്ടിച്ചേർക്കാനോ പുതുതായിട്ടൊന്നും ഇതുപോലെ ഉണ്ടാക്കാനോ ഒന്നും അല്ല ശ്രമിക്കുന്നത്. എന്താണ്, ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലോക അത്ഭുതങ്ങളെ അല്ലെ, അല്ലെങ്കിൽ സംഭവങ്ങളെ ഇല്ലാതാക്കാൻ, നശിപ്പിക്കുവാനാണ് അവർ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോ ശില്പിയുടെ ചുറ്റിക കല്ലിന് ജീവൻ നൽകിയപ്പോൾ യുവാവിന്റെ ചുറ്റിക ഉയർന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് ഇല്ലാതാക്കാനാണ്, നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് കവി സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിൽ നിന്നുള്ള, ഇത്രയുമല്ല ഇനിയും ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ടീച്ചർ ഇത്രയും കാര്യങ്ങളാണ് മക്കളോട് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഓരോ പാഠഭാഗവും നമുക്ക് എന്ത് ചെയ്യണടാ, അടിപൊളിയായിട്ട് നമ്മുടെ ഇനി വരുന്ന ലൈവുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഉഷാറാക്കണം. നിങ്ങൾ എല്ലാ പാഠഭാഗങ്ങളും ഇതുപോലെ സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. പിന്നീട് ലൈവുകളിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ കൂടെ നമുക്ക് ഇതുപോലെ വിശദമായിട്ട് എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.